ഒരു ഗ്രോസറിയിൽ വർക്ക് ചെയ്യുന്നവന് ഇന്ത്യൻ മണി 25,000 മുട്ട് ഒരു 65,000 റുപ്യ വരെ കിട്ടും. അല്ലെങ്കിൽ ഒരു അറബി വീട്ടിൽ വർക്ക് ചെയ്യുന്നവന് ഒരു 80,000 റുപ്യ കിട്ടും. ശരിക്കും പറഞ്ഞാൽ ദുബായിൽ പട്ടിണി എടുക്കണമെങ്കിൽ വേണം ഒരു 1000 ദിർഹംസ്. സൗദി അറേബ്യയിലെ കായ്ക്ക് ഭയങ്കര ബർക്കത്താണ്. ഞാൻ ഈ കുവൈത്തിൽ വന്നിട്ട് ഏകദേശം ഒരു 500 ആളെ പരിചയപ്പെട്ടില്ല. എല്ലാവരോടും ചോദിക്കും എങ്ങനെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ. എല്ലാവർക്കും പറയാൻ ഒരൊറ്റ വാക്ക്, എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷെ ഞങ്ങളൊക്കെ സമ്പാദിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ്. കുവൈത്ത് നല്ല ബർക്കത്തുള്ള മണ്ണാണ്. പക്ഷേ എല്ലാവരും വന്നവരൊക്കെ കഴിച്ചിലാവുന്നുണ്ട്. പിന്നെ ആ ഒരു എല്ലാവരും കൂടി വരാൻ നിൽക്കണ്ട, ഇവിടെ ഉള്ളവരെന്നെ കഴിച്ചിലായി പോയി. അത് മാത്രമല്ല, അത് തന്നെയാണ് ഞാനും ഉണ്ടാക്കിയത്. പണ്ട് 2004 വന്ന ഞാൻ 2023 വീണ്ടും തിരിച്ചിങ്ങോട്ടേക്ക് വരാനുള്ള കാരണം അതാണ്. ഈ കുവൈത്തിൽ ഒന്നുമില്ല കാണാൻ, കാരണം അത് വെറും മരുഭൂമിയാണ്. അങ്ങനെ പല രീതിയിലുള്ള കമന്റ് ആയിരുന്നു. ഞാൻ വന്ന് കണ്ട മനുഷ്യരുടെ കമന്റ്, അവരുടെ സത്യസന്ധമായി അവർ എന്നോട് പറഞ്ഞ കാര്യം, എല്ലാവരും ഹാപ്പിയാണ്. കുറേ കാലം ദുബായിൽ നിന്നവർ, കുറേ കാലം എല്ലായിടത്തും നിന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ വന്ന് നമ്മൾ ഗൾഫിൽ പോകുന്നതിനാ സമ്പാദിക്കാനാണ്. ജനങ്ങളൊക്കെ ഹാപ്പിയാണ്. അത് തന്നെയാണ് വേണ്ടത്. നമ്മളെ കുടുംബം വരുന്നതല്ലേ. പിന്നെ ഇത് ലോകത്തിലെ എവിടെ വന്നാലും പറ്റൂട്ടോ, അവനവന് സമ്പാദിക്കാന്ന് ചോദിച്ചാൽ. എന്തായാലും ഒരു 3 ദിവസമാണെങ്കിലും ഒരു 30 ദിവസത്തെ എല്ലാം തന്നു. ഒന്നും പറയാനില്ല. എല്ലാവരോടും നന്ദി പറയാൻ, അതുപോലെ സ്വീകരിച്ച് കൂടെ നിന്ന എല്ലാവരോടും ഹൃദയത്തിൽ തൊട്ട് പറയാണ്. അസീസ്ക 3 ദിവസം ഊണ് ഉറക്കില്ലാതെ ഫുൾ ടൈം നിങ്ങളാണെങ്കിലും ഫുൾ ടൈം നമ്മളപ്പോ. ഞാൻ വിചാരിച്ചതിൽ ഉഷാറാക്കിയിട്ട് എന്താക്കിയിട്ടുണ്ട് അത് ഇങ്ങോട്ട് പ്രത്യേകിച്ച് നന്ദി പറയുന്നത് അസീസ്ക എന്ന് പറഞ്ഞാൽ നമ്മളെ പാർട്ണറും കൂടി അത് കൂടാണ്ട് നമ്മളൊരു എന്താ പറയുക ഇക്കാക്കേറ്റ് മുന്നിൽ നിന്നിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, ബേക്കിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. മാഷാ ഒരുപാട് സന്തോഷം. തീർക്കാക്കും പപ്പനും ഒരുപാട് നന്ദി. എന്തായാലും നമ്മളെ പരിപാടിയൊക്കെ വൻ വിജയാക്കി തന്നു അല്ലേ അമൃത? അതെ അടിപൊളി മാഷാ സെറ്റ്. ഓക്കെ.